നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലെത്തിയ മുതൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകണമെന്നുള്ളൊരു മോഹം പൊട്ടിമുളയ്ക്കുകയുണ്ടായി. ഒരർത്ഥത്തിലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കരുത് എന്ന് തന്നെയാണ് ജനങ്ങൾ ഒന്നടക്കം പറഞ്ഞത്. കാരണം പപ്പുമോനെ പിടിച്ച് പ്രധാനമന്ത്രി കസ്റ്റഡിയിൽ അവരോധിച്ചാൽ ഇനി ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്ന് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. കാരണം പണ്ട് മുതലേ ഇവർ വിഘടനവാദികളുമായിട്ടും പാകിസ്ഥാനികളുമായിട്ടും രാജ്യദ്രോഹികളുമായിട്ടും കൂട്ടുകൂടുന്നവരാണ്. ഇടയ്ക്കിടെ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകാറുണ്ട്. SPG ഉദ്യോഗസ്ഥരെ എല്ലാം അതായത് രാഹുലിന്റെ അംഗരക്ഷകരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒളിച്ചും പാത്തും ഇറ്റലിയിലേക്കും അമേരിക്കയിലും ഒക്കെ പോകാറുണ്ട്. അവസാനം തന്നെ SPG കണ്ടുപിടിച്ച കാര്യമാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നത് വിഘടനവാദികളുമായിട്ടും ഭാരത വിരുദ്ധരുമായിട്ടും കൂടിക്കാഴ്ച നടത്താനാണെന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് മോദി സർക്കാർ ദരിദ്രത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു, അതായത് പാവപ്പെട്ടവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. 2014 മുന്നേ കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കിയത്. കോൺഗ്രസ് ആണ് ഭാരതത്തിൽ ഓരോരോ ദാരിദ്ര്യരെ കൊണ്ടുവന്നത്. വമ്പൻ ബിസിനസ് മുതലാളിമാർക്കും വമ്പൻ കള്ളക്കടത്തുമാർക്കും ഒത്താശ ചെയ്തു കൊടുത്തത് രാഹുൽ ഗാന്ധി നിങ്ങളുടെ കോൺഗ്രസ് ആണ്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തതോ നിങ്ങളുടെ മദാമ, അത് നിങ്ങളുടെ അമ്മയായ സോണിയാഗാന്ധി. വിജയമല്യക്കും നീരവ് മോദിക്കും അടക്കം ഒട്ടേറെ വമ്പൻ ബിസിനസ് ഡീലർമാർക്ക് ബാങ്കുകളിൽ ചെന്ന് വേണ്ടുവോളം വായ്പ എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് നിങ്ങളാണ്. ആ സമയത്ത് പോലും നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്തില്ല. 2019 മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എങ്ങനെയെങ്കിലും 2024 ഞാൻ പ്രധാനമന്ത്രി ആകണമെന്ന് രാഹുലിന്റെ മോഹം അവസാനം ചെന്നെത്തിയതോ അമേരിക്കയിലെ ജോർജ് സോറസിന്റെ പടയിലേക്ക്. അങ്ങനെ ജോർജ് സോറസ് NGO സംഘടനകളെ ഏർപ്പാടാക്കി കൊടുത്തു. ആ NGO സംഘടനകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി, നിങ്ങൾ വെള്ള ടീഷർട്ടും ഇട്ട് കേരളം മുതൽ കാശ്മീർ വരെയും കാശ്മീർ മുതൽ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ വരെ അങ്ങ് പോവുക. അതായത് കേരളം മുതൽ കന്യാകുമാരി വരെയും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിങ്ങൾ ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ രഘുപതി രാഘവ രാജാറാം എന്ന പാട്ടും പാടി അങ്ങ് സഞ്ചരിക്കുക. കാരണം NGO സംഘടനകൾ നോക്കിയപ്പോൾ രാഹുലിന് വേറെ ഒരു പണിയുമില്ല. അതുകൊണ്ട് കുറച്ചു നേരത്തേക്കെങ്കിലും ശല്യം ഒഴിയട്ടെ, ഇങ്ങനെ അങ്ങ് നടക്കാൻ. അങ്ങനെ രാഹുൽ ഗാന്ധിയും പിന്നെ 150 രൂപ കൊടുത്താൽ, ഒരു 200 രൂപ കൊടുത്താൽ കൂടെ ചേർന്ന് കുറെ അണികളും, പിന്നെ NGO സംഘടനകളാണ് ഒരുപാട് ആളുകൾക്ക് 200 രൂപ കൊടുത്താൽ അവർ കൂടെ തന്നെ കൂടും. അങ്ങനെ കുറെ എണ്ണം തന്നെ വെള്ള ടീഷർട്ടും ഒക്കെ ഇട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ പാട്ടും പാടി അങ്ങ് വിട്ടു. അതിനുശേഷവും 2024 ഒരു രക്ഷയുമില്ല, വീണ്ടും ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചെങ്കിലും നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തി. ഇപ്പോൾ ഇതാ ജോർജ് സോറസിന്റെ NGO സംഘങ്ങൾ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ നാടകം രാഹുൽ ഗാന്ധി ഇതാ അരങ്ങേറാൻ പോവുകയാണ്. ജോർജ് സോറസ് പറഞ്ഞു കൊടുത്ത ആ നാടകം ഇതാണ്: അസമത്വത്തിനെതിരെ ശബ്ദമുയർത്തണമെന്ന് അഭ്യർത്ഥിച്ച് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രചാരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ യുവാക്കളുടെയും തൊഴിലാളികളോടും വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിനെതിരെ മുന്നേറ്റത്തിൽ പങ്കുചേരണമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വീഡിയോകളും വെബ്സൈറ്റുകളും രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് മോദി സർക്കാർ ഈ പാവപ്പെട്ട ജനങ്ങളോട് മുഖം തിരിച്ചാണ് നടക്കുന്നത്, അവരെ പരിഗണിക്കുന്നില്ല, അവരെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നു എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദി സർക്കാർ ദരിദ്രരോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ആരോപണം. തന്റെ തൊഴിലാളി വർഗ സഹപ്രവർത്തകരോടും യുവാക്കളോടും ഈ പ്രചാരണത്തിൽ പങ്കെടുക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന നാട്ടുകാരും ജനങ്ങളും, കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിലെ ജനങ്ങൾ അപ്പാടി തള്ളുന്ന രീതിയിലേക്കാണ് കമന്റുകൾ സഹിതം വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ജനങ്ങൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.